നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവിലും കരിമണൽ ഖനന നയത്തിലും സംസ്ഥാന സർക്കാരിന് പറ്റിയ പാളിച്ച തിരുത്തണമെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. ആലപ്പുഴയിൽ കരിമണൽ ഖനനം നടത്തില്ലെന്ന് സർക്കാർ പ്രഖ്യാപിക്കണം. വെള്ളാപ്പള്ളി നടേശൻ സമൂഹത്തിന് അപമാനമെന്നും VM സുധീരൻ. ജൂൺ 30-ന് ശേഷം ജില്ലയിൽ 200 ബസ്സുകൾ സർവീസ് നടത്തില്ലെന്ന സ്വകാര്യ ബസ് ഉടമകൾ. ബസ് തൊഴിലാളികൾക്ക് ശമ്പളം പകുതിയായി. സ്വകാര്യ ബസ് വ്യവസായം പ്രതിസന്ധിയിലെന്ന് ഉടമകൾ. വേലൂർ അങ്കനവാടിയുടെ അപകടാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രതിഷേധം. പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. വാണിജ്യ സിലിണ്ടർ നിയന്ത്രണങ്ങൾ പിൻവലിച്ച് കേന്ദ്രം. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ സംവിധാനം സാധാരണ നിലയിലെത്തിയതോടെയാണ് നിയന്ത്രണങ്ങൾ പിൻവലിച്ചത്. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് ബസ്സുകൾ പുറത്തേക്ക് പോകുന്ന റോഡ് തകർന്ന നിലയിൽ. കോർപ്പറേഷന്റെ അനാസ്ഥയ്ക്കെതിരെ രൂക്ഷമായ ആക്ഷേപം. പുനരുദ്ധാരണം പൂർത്തിയാക്കിയ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ കിഴക്കേ ഗോപുരത്തിന്റെ സമർപ്പണം നാളെ നടക്കും. പഴമ ചോരാതെ പ്രൗഢി നിലനിർത്തിയാണ് ഗോപുരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. ലോകകപ്പിൽ ആരാധകരുടെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തി ബ്രസീലിന്റെ കുതിപ്പ്. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് മഞ്ഞപ്പട സ്കോട്ട്ലാൻഡിനെ തകർത്തു. മൊറോക്കോ ഹെയ്ത്തിയെയും മെക്സിക്കോ ചെക്ക് റിപ്പബ്ലിക്കിനെയും പരാജയപ്പെടുത്തി. മുൻ ചാമ്പ്യന്മാരായ ജർമ്മനി 3-ാം പോരാട്ടത്തിന്. വാർത്തകൾ വിശദമായി. വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവിലും കരിമണൽ ഖനന നയത്തിലും സംസ്ഥാന സർക്കാരിന് പറ്റിയ പാളിച്ച തിരുത്തണമെന്ന് കോൺഗ്രസ് നേതാവ് VM സുധീരൻ. ആലപ്പുഴയിൽ കരിമണൽ ഖനനം നടത്തില്ലെന്ന് സർക്കാർ പ്രഖ്യാപിക്കണം. വെള്ളാപ്പള്ളി നടേശൻ സമൂഹത്തിന് അപമാനമെന്നും VM സുധീരൻ തുറന്നടിച്ചു. തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു VM സുധീരൻ. നിയമസഭയിൽ ഈ പ്രപ്പോസൽ വരുന്നതിന് മുമ്പ് തന്നെ പാർട്ടി തലത്തിലും UDF തലത്തിലും ഇതേ സംബന്ധിച്ച് ചർച്ച നടത്തുകയായിരുന്നു അഭികാമ്യമായിട്ടുള്ളത്. കാരണം അങ്ങനെ ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഉയർന്നു വന്ന വിവാദങ്ങളൊക്കെ ഒഴിവാക്കാനും കഴിയുമായിരുന്നു. വിശദമായ ചർച്ച നടത്തി നയം രൂപീകരിച്ചതിന് ശേഷം ഏതെങ്കിലും പശ്ചാത്തലത്തിൽ മദ്യവ്യാപനത്തിന് സാധ്യത കൊടുക്കുന്ന ആ കാര്യം ചർച്ച ചെയ്ത് അല്ലെങ്കിൽ സമഗ്രമായ മദ്യനയം രൂപം കൊടുത്തിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാകുമായിരുന്നില്ല. മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള തീരുമാനം ബജറ്റ് നിർദ്ദേശമായി അവതരിപ്പിക്കുന്നതിന് മുൻപ് പാർട്ടിയിലും UDFിലും ചർച്ച ചെയ്യാതിരുന്നത് പാളിച്ചയാണ്. ഈ പാളിച്ച ധനബിൽ അവതരണത്തിൽ സർക്കാർ തിരുത്തണം. UDF വിശദമായി ചർച്ച ചെയ്ത് വ്യക്തമായ മദ്യനയം ആവിഷ്കരിക്കണം. മദ്യവ്യാപനത്തിനിടയാക്കുന്ന ഒരു പ്രഖ്യാപനം പോലും ഉണ്ടാകാൻ പാടില്ല. കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ള ഒട്ടേറെ പേർ ബജറ്റ് നിർദ്ദേശത്തിനെതിരെ രംഗത്ത് വന്നതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഒരു തീരുമാനം ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ഉണ്ടാകണം. സർക്കാരിന്റെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന ഒരു തീരുമാനവും ഉണ്ടാകാൻ പാടില്ലെന്നും സുധീരൻ വ്യക്തമാക്കി. കരിമണൽ ഖനന കാര്യത്തിൽ ആലപ്പുഴയിലെ ജനങ്ങൾക്കിടയിൽ കടുത്ത ആശങ്കയുണ്ട്. കരിമണൽ ഖനനം ആലപ്പുഴ തീരത്ത് നടത്തില്ലെന്ന് സർക്കാർ പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കരിമണൽ ഖനനത്തെക്കുറിച്ച് ആലപ്പുഴ തീരദേശത്തെ ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. ആ ആശങ്ക ഇല്ലാതാക്കുന്ന രീതിയിൽ ആലപ്പുഴ തീരത്ത് ഒരു തരത്തിലുള്ള ഖനനവും ഉണ്ടാകില്ല എന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചേ മതിയാകൂ. ഒരിക്കലും ഈ കാര്യത്തിൽ കരിമണൽ ഖനനം ആലപ്പുഴ ഒരു തരത്തിലും ഉണ്ടാകരുത്. അത് ഉറപ്പ് ഗവൺമെൻറ് തന്നെ പ്രഖ്യാപിച്ച് എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ആ പ്രശ്നം ശാശ്വതമായി അവസാനിപ്പിക്കണം. വെള്ളാപ്പള്ളി നടേശൻ സമൂഹത്തിന് ബാധ്യതയും ശ്രീനാരായണീയർക്ക് അപമാനവുമാണെന്ന് സുധീരൻ പറഞ്ഞു. നിയമം തനിക്ക് ബാധകമല്ലെന്ന മട്ടിൽ നടക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ നിയമവിധേയനാക്കാൻ സർക്കാരിന് കഴിയണം. വെള്ളാപ്പള്ളി ആരെ പിന്തുണയ്ക്കുന്നുവോ അവർക്ക് കഷ്ടകാലവും ആരെ എതിർക്കുന്നുവോ അവർക്ക് നല്ല കാലവുമാണെന്ന് VM സുധീരൻ പരിഹസിച്ചു. വെള്ളാപ്പള്ളി സമൂഹത്തിനൊരു ബാധ്യതയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ, ആശയങ്ങൾ, സന്ദേശങ്ങൾ ജനമധ്യത്തിൽ എത്തിക്കുന്നതിന് രൂപീകൃതമായ പ്രസ്ഥാനമാണ് SNDP യോഗം. ആ പ്രസ്ഥാനത്തിൻ്റെ ചുമതല ഏറ്റെടുത്തിട്ട് ശ്രീനാരായണ ഗുരു എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് മാത്രമാണ്, അതിനെതിരായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. ഏതെല്ലാം കാര്യങ്ങളെ സൗമ്യമായ ഭാഷയിൽ ഗുരു വിയോജിച്ചിട്ടുണ്ടോ അതാണ് നടപ്പാക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ ശ്രീനാരായണ ധർമ്മങ്ങൾ തകർത്തുകൊണ്ട് അതിനൊക്കെ എതിരായി പ്രവർത്തിക്കുന്ന അദ്ദേഹം ഈ പദവി ഉപയോഗിക്കുന്നത് തൻ്റെ കുറ്റകൃത്യങ്ങൾക്ക് മറയിടാൻ വേണ്ടിയാണ്. അത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ, കേന്ദ്ര ഗവൺമെൻറ്റിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി മകൻ അങ്ങോട്ട് വിട്ടു, സംസ്ഥാന ഗവൺമെൻറ്റിനെ അദ്ദേഹം നേരിട്ട് കൈകാര്യം ചെയ്തു. അങ്ങനെയാണല്ലോ കാര്യങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നത്. അദ്ദേഹം ആരെ പിന്തുണയ്ക്കുന്നുവോ അവരുടെ കഷ്ടകാലമാണ്. മറിച്ച് അദ്ദേഹം ആരെ എതിർക്കുന്നുവോ
അത് പുറത്ത് രഹസ്യമായിട്ടല്ല പരസ്യമായി എതിർത്താൽ അവർക്ക് നല്ല കാലം വരുന്നു എന്നാണ് വിചാരിക്കുന്നത്. TCV തൃശൂർ. ജൂൺ 30-ന് ശേഷം ജില്ലയിൽ 200 ബസ്സുകൾ സർവീസ് നടത്തില്ലെന്ന് സ്വകാര്യ ബസ് ഉടമകൾ. ചില റൂട്ടുകളിൽ ബസ് തൊഴിലാളികൾക്ക് ശമ്പളം പകുതിയായി. സ്വകാര്യ ബസ് വ്യവസായം പ്രതിസന്ധിയിലെന്ന് ഉടമകൾ. ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ കടുത്ത പ്രതിസന്ധിയിലേക്കാണെന്ന് തൊഴിലാളികളും ഉടമകളും പറയുന്നു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതോടുകൂടി പല റൂട്ടുകളിലും ബസ്സുകളുടെ വരുമാനം പകുതിയായി കുറഞ്ഞു. അതോടൊപ്പം തന്നെ തൊഴിലാളികൾക്കും ശമ്പളം പകുതിയായി എന്നുള്ളതാണ് പറയുന്നത്. തൊഴിലാളി യൂണിയന്റെ പ്രതിനിധി ജയൻ, എന്താണ് പ്രത്യേകിച്ച് പാലക്കാട്, ഗുരുവായൂർ, എറണാകുളം റൂട്ടുകളിലാണ് പ്രതിസന്ധി രൂക്ഷമാകുന്നത്. എന്താണ് നിലവിലെ അവസ്ഥ? നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് പൈസ കിട്ടുന്നില്ല. അതായത് ഭൂരിഭാഗം തൊഴിലാളികളും ഇപ്പോൾ പകുതി ശമ്പളത്തിലാണ് പണിയുന്നത്. കാരണം വെച്ചാൽ ആളുകളില്ല ബസ്സിൽ. എന്നാൽ ബസ് ഓടാതിരിക്കാനും പറ്റാത്തൊരു അവസ്ഥയാണ്. അത് പക്ഷേ കുറേ ബസ്സുകൾ ഇപ്പോൾ തന്നെ ഓൾറെഡി കയറ്റിട്ടിരിക്കുന്നത്. അവരുടെ പണി മൊത്തം പോയിരിക്കുകയാണ്. അപ്പോൾ വളരെ മോശമായൊരു അവസ്ഥയിലേക്കാണ് ബസ് തൊഴിലാളികൾ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ബസ് ഉടമകൾ G-ഫോം സമർപ്പിച്ച് ബസ്സുകൾ ഷെഡിലേക്ക് കയറ്റിയിടാൻ പോവുകയാണെന്നാണ് പറയുന്നത്. G-ഫോം എന്താണെന്ന് നമ്മൾ കോവിഡ് കാലത്ത് കേട്ടതാണ്. ഓരോ ബസ്സുകൾക്കും, സ്വകാര്യ ബസ്സുകൾക്കും ടാക്സ് അടയ്ക്കേണ്ടത് ക്വാർട്ടർ സമ്പ്രദായത്തിലാണ്. അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആദ്യ ടൈം അടയ്ക്കണം. അതുപോലെ തന്നെ ഏപ്രിൽ, മെയ്, ജൂൺ രണ്ടാം ടൈം. ഈ രണ്ടാം ടൈമിലെ ഫീസ് അടയ്ക്കുന്നത്, ടാക്സ് അടയ്ക്കുന്നത് ജൂൺ 30-ന് കാലാവധി കഴിഞ്ഞാൽ പിന്നീട് ഈ സ്വകാര്യ ബസ്സുകളെല്ലാം ഷെഡിലേക്ക് കയറ്റിയിടാൻ, ഈ പ്രതിസന്ധിയുള്ള സ്വകാര്യ ബസ്സുകളെല്ലാം ഷെഡിലേക്ക് കയറ്റിയിടാൻ പോവുകയെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ്റെ ജില്ലാ സെക്രട്ടറി VS പ്രദീപ് ചേരുന്നുണ്ട്. എത്രത്തോളം ബസ്സുകൾ? ഇപ്പോൾ തന്നെ 10 ബസ്സുകൾ കയറ്റിയിട്ടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ ഏകദേശം ഒരു 200ഓളം ബസ്സുകൾ കയറ്റിയിടാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിൻ്റെ വരുമാനത്തിൽ ഈ പ്രിയദർശിനി സർവീസ് ആരംഭിച്ചതിന് ശേഷം വരുമാനത്തിൽ തന്നെ ഏകദേശം 50% വരും. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് വനിതകളെ സംബന്ധിച്ച് വലിയ സഹായകരമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള നീക്കം. ഇത് എങ്ങനെ സ്വകാര്യ ബസ് ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കുമെന്നാണ് നിങ്ങൾ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ചൊരു പഠനം നടത്താതെയാണ് സർക്കാർ നടപ്പിലാക്കിയെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത് യാതൊരു മുന്നൊരുക്കങ്ങളില്ലാതെ നടപ്പിലാക്കി. അതുകൊണ്ട് തന്നെ ഈ സ്വകാര്യ ബസ്സുകളെ എത്രയധികം ബാധിക്കുമെന്ന് ഞങ്ങൾ പോലും പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തെ ആളുകൾ, ജനങ്ങൾ മുഴുവൻ പ്രിയദർശിനി സർവീസിലേക്ക് മാറിയതോട് കൂടിയിട്ട് ഈ ബസ്സുകൾ സർവീസ് നടത്താൻ പറ്റാത്ത അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഇത് ജില്ലയിലെ പ്രധാന ബസ് റൂട്ടുകളായ തൃശ്ശൂർ, പാലക്കാട്, അതുപോലെ തന്നെ ഇപ്പോൾ അങ്ങനെ പറയുമ്പോൾ ജൂൺ 30-ന് ഇത്രയും ബസ്സുകൾ ഷെഡിൽ കയറ്റിയിടുമെന്ന് പറയുമ്പോൾ എത്ര ശതമാനം ബസ്സുകൾ ഇങ്ങനെ മാറി? ജില്ലയിൽ ഏകദേശം 1300ഓളം ബസ്സുകളാണ് ജില്ലയിൽ ഇപ്പോൾ പ്രസന്റിൽ സർവീസ് നടത്തുന്നത്. അതിലിപ്പോൾ ഏകദേശം 200ഓളം ബസ്സുകാർ തന്നെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്നു പറഞ്ഞാൽ വരുമാനത്തിൻ്റെ 50% ഈ 200 ബസ്സുകൾ ഏകദേശം കയറ്റിയിടും. ഇപ്പം തന്നെ പല ബസ്സുകൾ, ഒരു 10-15 ബസ്സുകൾ ഇപ്പം തന്നെ സർവീസ് നിർത്തി. പല ആളുകളും ഒരു സമരമോ മാർഗമോ ഒന്നുമില്ലാതെ തന്നെ സ്വയം ബസ്സുകൾ കയറ്റിയിടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 1300ഓളം ബസ്സുകളിൽ 200ഓളം ബസ്സുകൾ ജൂൺ 30-ലെ ഈ ടാക്സിൻ്റെ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഷെഡിൽ കയറ്റിയിടുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ 12ഓളം ബസ്സുകൾ കയറ്റിയിട്ടതായും പറയുന്നു. എന്തായാലും ഈ പ്രതിസന്ധി എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കട്ടെ. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. വേലൂർ അങ്കനവാടിയുടെ അപകടാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. റോഡരികിൽ പ്രവർത്തിക്കുന്ന അംഗനവാടിയുടെ ചുറ്റുമതിലിന് ഗേറ്റ് ഇല്ലാത്തതടക്കമുള്ള അപാകതകൾ ചൂണ്ടിക്കാട്ടിയാണ് BJP പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചത്. കോമ്പൗണ്ടിന്റെ സ്ലാബ് മതിൽ പല ഭാഗങ്ങളിലും പൊട്ടി വീഴാറായ അവസ്ഥയിലാണ്. അംഗനവാടി കെട്ടിടത്തോട് ചേർന്ന് നിൽക്കുന്ന കിണറിന്റെ സംരക്ഷണ ഭിത്തിയുടെ പ്ലാസ്റ്ററിംഗ് അടർന്നു വീണ് ഭിത്തിക്ക് വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ അംഗനവാടി കെട്ടിടത്തോട് ചേർന്ന് കുട്ടികളുടെ കളി ഉപകരണങ്ങളും ശുചിമുറി സ്ഥാപിച്ചിട്ടുള്ള സ്ഥലവും പുല്ലും ചെടികളും വളർന്ന് കാട് പിടിച്ചിരിക്കുന്നു. കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം കാലപ്പഴക്കത്താൽ മേൽക്കൂരയും ചുമരും തകർന്ന് ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണെന്നും BJP നേതാക്കൾ പറഞ്ഞു. കർഷക മോർച്ച നോർത്ത് ജില്ലാ പ്രസിഡന്റ് രാജേഷ് കുട്ടഞ്ചേരി ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. BJP വേലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുനീഷ് മമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം AG രഞ്ജീവ്, SC മോർച്ച നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഭിലാഷ് തയ്യൂർ, BJP പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സുരേഷ് തിരുത്തിയിൽ, മണ്ഡലം ജനറൽ സെക്രട്ടറി വിഷ്ണു അമ്പാടി, മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ജയ വിനോദ്, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി യദു കൃഷ്ണൻ വേലൂർ, VP ഷാജി തുടങ്ങിയവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. ഉപരോധ സമരം നടത്തിയ പ്രവർത്തകരെ പിന്നീട് എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. TCV ന്യൂസ്, എരുമപ്പെട്ടി. വാണിജ്യ സിലിണ്ടർ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു കേന്ദ്രം. പശ്ചിമേഷ്യൻ യുദ്ധത്തിന് മുൻപത്തെ പോലെ വിതരണം ചെയ്യാമെന്ന് കാണിച്ച് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തയച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ സംവിധാനം സാധാരണ നിലയിലെത്തിയതോടെ രാജ്യത്തെ പാചകവാതക പ്രതിസന്ധി പരിഹാരമായതിനെ തുടർന്നാണ് നിയന്ത്രണങ്ങൾ പിൻവലിച്ചത്. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് ബസ്സുകൾ പുറത്തേക്ക് പോകുന്ന റോഡ് തകർന്ന നിലയിൽ. കോർപ്പറേഷന്റെ അനാസ്ഥയ്ക്കെതിരെ രൂക്ഷമായ ആക്ഷേപം.
ഇത് തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡ്. തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്കും ജില്ലയ്ക്ക് പുറത്തേക്കുമെല്ലാമായി 900-ൽ പരം ബസ്സുകളാണ് ഈ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് ദിവസവും പുറത്തേക്ക് പോകുന്നത്. ഇപ്പോൾ ഈ ശക്തൻ സ്റ്റാൻഡിൻ്റെ ഒരു ഭാഗമാണ് കാണുന്നത്. പശ്ചാത്തലം കുഴപ്പമില്ല, കോൺക്രീറ്റ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി ഈ 900-ൽ പരം ബസ്സുകളും പുറത്തേക്ക് പോകുന്ന വഴി നമുക്ക് കാണാം. ഇത്രയും ദൂരമെല്ലാം വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ്. വേനൽക്കാലത്ത് പോലും ബസ് സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. മഴക്കാലത്ത് വെള്ളം നിറഞ്ഞ് ബസ്സുകൾ പോകുമ്പോൾ ഈ റോഡിനരികിൽ കൂടി ഒരു യാത്രക്കാരനും നടന്നു പോകാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. ഓരോ ദിവസവും ബസ് വന്നു പോകുന്നതിനുള്ള ഫീസായി കോർപ്പറേഷനിലേക്ക് ഇവർ കാശടയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ബസ് തൊഴിലാളി യൂണിയൻ്റെ പ്രതിനിധി രാജേഷ് തന്നെ ഇങ്ങോട്ട് വരൂ. രാജേഷ് തന്നെ പറയും, എത്ര കാലമായി ഇത് റിപ്പയർ ചെയ്തു? ഇപ്പോൾ 2 കൊല്ലത്തിന് മേലെ ഇപ്പോൾ ഇവിടെ കുഴിയായിട്ട് കിടക്കുന്നത്. ബസ്സിൻ്റെ മെയിൻ്റനൻസ് തന്നെ നോക്കിയാൽ നമുക്കറിയാം. ഭരണാധികാരികളോടും ശ്രദ്ധയിൽപ്പെടുത്തിയാണ്. അവർ ഇതുവരെ ഇവിടേക്ക് ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുപോലെ തന്നെ ഭയങ്കര കുഴി, ലീഫ് പൊട്ടൽ, മെയിൻ്റനൻസ് കണ്ടമാനം വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഇപ്പോഴത്തെ നിലയ്ക്ക് ഭയങ്കര ചിലവാണ്. ഈ ഡീസലിന് വില കൂടിയാലും ഇതൊക്കെ കൂടിയിട്ട് ഇപ്പോൾ തന്നെ 9 രൂപ കൂടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇനിയും ഈ കുഴികൾ തൂർത്തിൽ ഭരണാധികാരികൾ കണ്ണു തുറക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ജില്ലയിലെ ഒരു പ്രധാന ബസ് സ്റ്റാൻഡാണ് തൃശ്ശൂർ ശക്തൻ ബസ് സ്റ്റാൻഡ്. ഈ ബസ് സ്റ്റാൻഡിൽ നേരത്തെ പറഞ്ഞ പോലെ 900-ൽ പരം ബസ്സുകൾ ദിനം വന്ന് പ്രതി കടന്നു പോകുന്ന ഈ ബസ്സുകൾ പോകുന്ന എല്ലാ ബസ്സുകളും ഈ വഴിയിലൂടെ തന്നെയാണ് കടന്നു പോകേണ്ടത്. ആ റോഡിൻ്റെ അവസ്ഥയാണ് വേറെ ദൂരം. അത് മാത്രമല്ല അവിടെ ഒരു കൽവെർട്ട് തകർന്നു കിടക്കുന്നതായി പറയുന്നു, അതും റിപ്പയർ ചെയ്തിട്ടില്ല. ഇത് മാത്രമല്ല ഈ വഴി ഒഴിവാക്കാനായി ചില സ്വകാര്യ ബസ്സുകൾ പുറത്തേക്ക് മറുവശത്തു കൂടി കടന്നു പോകുന്നുണ്ട്. ഇങ്ങനെ പോകുന്നവർക്ക് 2000 രൂപ പോലീസ് പിഴയടയ്ക്കുന്നുമുണ്ട്. ചില ഓട്ടോറിക്ഷകൾ യാത്രക്കാരെ ഇറക്കാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ദൂരെ നിർത്തി പോവുക മാത്രമാണുള്ളത്. എന്തായാലും ഇവരുടെ ഏറെ നാളത്തായുള്ള പരാതിയാണ്, വർഷങ്ങളായുള്ള പരാതി. ഇതുമൂലം വാഹനങ്ങൾക്കുണ്ടാകുന്ന തകരാറുകളെക്കുറിച്ചും ഇവർ പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. പുനരുദ്ധാരണം പൂർത്തിയാക്കിയ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ കിഴക്കേ ഗോപുരത്തിന്റെ സമർപ്പണം നാളെ നടക്കും. പഴമ ചോരാതെ പ്രൗഢി നിലനിർത്തിയാണ് ഗോപുരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. തൃശൂർ പൂരത്തിന് പാറമേക്കാവ് ഭഗവതി, പനമുക്കുംപിള്ളി ശാസ്താവ്, ചെമ്പൂക്കാവ് കാർത്യായനി ഭഗവതി എന്നിവർ കടന്നുവരുന്ന കിഴക്കേ ഗോപുരം സമർപ്പണത്തിനൊരുങ്ങി. ചുമരുകൾക്കും കൊത്തുപണികൾക്കും യാതൊരു കോട്ടവും വരുത്താതെയാണ് പരമ്പരാഗത ശൈലിയിലുള്ള ഗോപുരം പുനരുദ്ധരിച്ചത്. തച്ചുശാസ്ത്ര രീതിപ്രകാരമായിരുന്നു പണികൾ. പുരാവസ്തു വകുപ്പ് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു. 1 വർഷമെടുത്ത് 4 കോടി രൂപ ചെലവിട്ടാണ് നവീകരണം പൂർത്തിയാക്കിയത്. 1500 ക്യൂബിക് അടി തേക്ക് തടി, 9 ടൺ ചുണ്ണാമ്പുകല്ല്, 6000 MP റൂഫിംഗ് ടൈൽസ് എന്നിവ ഉപയോഗിച്ചു. പഴയ മേൽക്കൂര പൊളിച്ചിറക്കി. കേടുപാടുള്ള കഴുക്കോൽ, ഉത്തരം, പട്ടിക എന്നിവ മാറ്റി. 2 നിലകളിലായുള്ള 24 ശാലാകൂടത്തിന്റെ അറ്റകുറ്റപ്പണികളും പൂർത്തീകരിച്ചു. ഭിത്തിയിലെ അലങ്കാരപ്പണികൾ പരമ്പരാഗത കുമ്മായക്കൂട്ട് ഉപയോഗിച്ച് പൂർണ്ണമായും പുതുക്കി. നിലവിലെ മരത്തിന്റെ പെയിന്റ് നീക്കം ചെയ്ത് പ്രകൃതിദത്തമായ എണ്ണക്കൂട്ട് ഉപയോഗിച്ച് മരസംരക്ഷണം നടത്തി. കൂടാതെ അനുബന്ധ വൈദ്യുതി പ്രവൃത്തികളും നടത്തിയിട്ടുണ്ട്. 3 നിലകളിലായി 8900 ചതുരശ്ര അടിയാണ് ഗോപുരത്തിന്റെ ആകെ വിസ്തീർണം. 47.5 അടിയാണ് ഉയരം. TCV തൃശൂർ. എളനാട് ഓട്ടോറിക്ഷയിൽ മദ്യവിൽപ്പന നടത്തിയയാൾ അറസ്റ്റിൽ. പാലക്കാട് കണ്ണമ്പ്ര കല്ലിങ്ങപ്പാടം സ്വദേശി ഷാജിയെ തൃശൂർ എക്സൈസ് എൻഫോഴ്സ്മെന്റ് പിടികൂടി. 41 കുപ്പി മദ്യവും പണവും ഓട്ടോറിക്ഷയും കസ്റ്റഡിയിലെടുത്തു. സ്ഥിരമായി മദ്യം വാഹനത്തിൽ കൊണ്ടു നടന്ന് ആവശ്യക്കാർക്ക് ഇരുത്തി കഴിക്കാനുള്ള സൗകര്യങ്ങൾ പ്രതി ചെയ്തു കൊടുത്തിരുന്നുവെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായുള്ള എക്സൈസിന്റെ രാത്രികാല പട്രോളിംഗിനിടെയാണ് പ്രതി പിടിയിലായത്. തൃശൂർ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KM സജീവ്, പ്രിവന്റീവ് ഓഫീസർമാരായ രഞ്ജിത്ത്, K ലത്തീഫ്, കിഷോർ കൃഷ്ണൻ, സിവിൽ എക്സൈസ് ഓഫീസർ ജെറിൻ എന്നിവർ മദ്യം പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. പ്രായമായവർക്ക് ചികിത്സാ സഹായവും ആനുകൂല്യവും ഒരുക്കിക്കൊടുക്കേണ്ടത് ജനാധിപത്യ സർക്കാരിന്റെ കടമയാണെന്ന് K രാധാകൃഷ്ണൻ MP പറഞ്ഞു. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം ബെനഫിഷ്യറീസ് വെൽഫെയർ അസോസിയേഷന്റെ പ്രഥമ സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൃശൂരിൽ വെൽനസ് സെന്റർ വേണമെന്ന അസോസിയേഷന്റെ ആവശ്യം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും K രാധാകൃഷ്ണൻ വ്യക്തമാക്കി. ടൗൺഹാളിൽ നടന്ന ചടങ്ങിൽ അംഗത്വ വിതരണത്തിന്റെ ഉദ്ഘാടനം രാജൻ J. പല്ലൻ MLA നിർവഹിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് K. ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ കൌൺസിൽ ജോയ് ബാസ്റ്റിൻ, അസോസിയേഷൻ സെക്രട്ടറി E. നന്ദകുമാർ, ജോയിന്റ് സെക്രട്ടറി AV ശ്രീകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂരിൽ വെൽനസ് സെന്റർ അനുവദിക്കാത്ത കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ യോജിച്ച പോരാട്ടത്തിനൊരുങ്ങുകയാണ് CGHS ബെനഫിഷ്യറീസ് വെൽഫെയർ അസോസിയേഷൻ. സാമ്പത്തിക ബാധ്യതയുടെ പേര് പറഞ്ഞ് തൃശൂരിനെ തഴയുമ്പോഴും രാജ്യത്ത് 24 പുതിയ വെൽനസ് സെന്ററുകൾ അനുവദിച്ചിട്ടുണ്ടെന്ന് അസോസിയേഷൻ നേതാക്കൾ പറയുന്നു.
കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കുന്നതിനു വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയായ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമിന്റെ സേവനങ്ങൾ ജില്ലയിലെ 8,000-ലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കാൻ തൃശൂരിൽ വെൽനസ് സെന്റർ സ്ഥാപിക്കണമെന്നാണ് ദീർഘകാലമായുള്ള ആവശ്യം. ഗുണഭോക്താക്കളിൽ ഭൂരിഭാഗവും 60 വയസ്സിന് മുകളിലുള്ളവരും സർവീസിൽ നിന്ന് വിരമിച്ചവരുമാണ്. കേരളത്തിൽ നിലവിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ മാത്രമാണ് വെൽനസ് സെന്ററുകളുള്ളത്. അതുകൊണ്ട് തന്നെ തൃശൂർ ജില്ലയിലുള്ള ഗുണഭോക്താക്കൾ ചികിത്സയ്ക്കായി എറണാകുളം കടവന്ത്രയിലുള്ള സെന്ററിനെയാണ് ആശ്രയിക്കേണ്ടത്. ഇവിടെയാകട്ടെ 6,000 പേർക്കുള്ള ചികിത്സാ സംവിധാനം മാത്രമാണുള്ളത്. നിലവിൽ 19,000-ൽ പരം അംഗങ്ങളുണ്ട്. മണിക്കൂറുകൾ വരി നിന്നാൽ പോലും ഡോക്ടറെ കാണാതെ മടങ്ങേണ്ട സ്ഥിതിയാണെന്ന് ഇവർ പറയുന്നു. തൃശൂരിൽ പുതിയ സെന്റർ വന്നാൽ പാലക്കാട്, മലപ്പുറം ജില്ലകളിലുള്ളവർക്കും പ്രയോജനകരമാകും. തൃശൂരിൽ വെൽനസ് സെന്റർ സ്ഥാപിക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് മാറി വരുന്ന ജനപ്രതിനിധികൾക്ക് നിവേദനം നൽകിയിരുന്നു. എന്നാൽ യാതൊരു പരിഗണനയും ഉണ്ടായില്ല. തൃശൂരിനോടുള്ള അധികൃതരുടെ അവഗണനയ്ക്കെതിരെ പ്രായം മറന്നും ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് അസോസിയേഷൻ സെക്രട്ടറി നന്ദൻ ഏറാടത്ത് പറയുന്നു. വർഷങ്ങളായി ഇവിടെ മാറി വരുന്ന ജനപ്രതിനിധികളോട് ഒരു CGHS വെൽനസ് സെന്റർ വേണമെന്ന് പറഞ്ഞിട്ടും ഒരു പരിഹാരം കാണാത്ത സ്ഥിതിക്ക് ഞങ്ങളെല്ലാം കുറേയധികം കഷ്ടപ്പെടുകയാണ്. കേന്ദ്ര സർക്കാരിൽ നിന്നും വിരമിച്ചവർ കൂടുതലും 60 വയസ്സ് കഴിഞ്ഞ് 80 വയസ്സ് 90 വയസ്സ് വരെയുള്ളവർ കൂടെ ഇരിക്കുന്നുണ്ട്. അത്തരം ആളുകൾക്ക് ആരോഗ്യ മേഖലയിൽ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ 8,000 പേര് തൃശ്ശൂർ ജില്ലയിൽ മാത്രമുണ്ട്. ഒരു വെൽനസ് സെന്ററിനകത്ത് 6,000 പേരുടെ കപ്പാസിറ്റി ഇരിക്കെ ഇന്ന് കൊച്ചിയിൽ 19,000-ലധികം ബെനിഫിഷ്യറീസ് ആണ്. 3 വെൽനസ് സെന്റർ തുറക്കേണ്ട സ്ഥലങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ ഇനിയും മറ്റൊരു വെൽനസ് സെന്ററിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. തൃശ്ശൂരിനെ ശരിക്കും അവഗണിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ആ തൃശ്ശൂരിന്റെ അവഗണന മാറ്റണം. അതിന് ഞങ്ങൾ ശക്തമായിട്ടുള്ള സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോകും. TCV തൃശ്ശൂർ. ഇടവേള. വാർത്തയിലേക്ക്. കടവല്ലൂർ പഞ്ചായത്തിലെ കൊരട്ടിക്കര ഒറ്റപ്പിലാവ് റോഡിൽ ആഫ്രിക്കൻ ഉച്ചുകളെ കണ്ടെത്തി. അധികൃതർ ആവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വർഷവും പ്രദേശത്ത് ആഫ്രിക്കൻ ഒച്ചുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ആൻഡ് ഫൗണ്ടേഷന്റെ പുതൂർ പുരസ്കാരത്തിന് ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ KP രാമനുണ്ണി അർഹനായി. ഡോക്ടർ M ലീലാവതി, C രാധാകൃഷ്ണൻ, ഡോക്ടർ നെടുമുടി ഹരികുമാർ എന്നിവരടങ്ങിയ പുരസ്കാര നിർണയ സമിതിയാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. 11,111 രൂപയും ആർട്ടിസ്റ്റ് JR പ്രസാദ് രൂപകൽപ്പന ചെയ്ത വെങ്കല ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഉണ്ണികൃഷ്ണൻ പുതൂരിന്റെ 94-ാം ജന്മവാർഷിക സ്മൃതി ദിനമായ ജൂലൈ 15-ന് ഗുരുവായൂരിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ അവാർഡ് സമ്മാനിക്കുമെന്ന് ട്രസ്റ്റ് ആൻഡ് ഫൗണ്ടേഷൻ ചെയർമാൻ ഷാജു പുതൂർ അറിയിച്ചു. 2026-ലെ 9ാമത് അങ്കണം ഷംസുദ്ദീൻ സ്മൃതി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അങ്കണം ഷംസുദ്ദീൻ സ്മൃതി വിശിഷ്ട സാഹിതി സേവാ പുരസ്കാരം പ്രസിദ്ധ കഥാകൃത്തും സാംസ്കാരിക പ്രവർത്തകനുമായ വൈശാഖന് സമ്മാനിക്കും. ശില്പവും 20,000 രൂപയും അടങ്ങുന്നതാണ് അവാർഡ്. ചെറുകഥയ്ക്ക് അഷ്ടമൂർത്തിയും കവിതയ്ക്ക് ആര്യ ഗോപിയും സെബാസ്റ്റ്യനും, പഠന വിഭാഗത്തിൽ ഡോക്ടർ TT പ്രഭാകരനും, നോവലിന് K രഘുനാഥൻ, C ഗണേഷ് എന്നിവരും അർഹരായി. 10,000 രൂപയും ശില്പവും അടങ്ങുന്ന പുരസ്കാരം ഓരോ കൃതിക്കും നൽകും. ജൂലൈ അവസാന വാരത്തിൽ തൃശൂരിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. മുഖ്യമന്ത്രി VD സതീശൻ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് താമസം മാറി. ഇന്ന് രാവിലെയാണ് കുടുംബസമേതം ക്ലിഫ് ഹൌസിലേക്ക് മാറിയത്. അറ്റകുറ്റപ്പണികളും നവീകരണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കാത്തതിനാലാണ് ഗൃഹപ്രവേശം വൈകിയത്. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിലാണ് മുഖ്യമന്ത്രി ഇന്നലെ വരെ താമസിച്ചിരുന്നത്. കന്റോൺമെന്റ് ഹൌസ് വിട്ടുകിട്ടിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് താമസം ക്ലിഫ് ഹൌസിലേക്ക് മാറ്റാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചത്. അധികാരത്തിലെത്തി 1 മാസം കഴിയുമ്പോഴാണ് വീട് മാറുന്നത്. തിരുവില്ലാമല കയറമ്പാറയിൽ റോഡുകൾ തകർന്ന യാത്രാ ദുരിതം. പ്രദേശത്ത് അപകടങ്ങൾ സ്ഥിരമാകുന്നതായി നാട്ടുകാർ പറഞ്ഞു. റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി 10 ലക്ഷം രൂപ വകയിരുത്തി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതാണ്. എന്നാൽ കരാറുകാരന്റെ അലംഭാവം മൂലമാണ് നവീകരണം വൈകുന്നതെന്ന് പൊതുപ്രവർത്തകനായ K വിജയൻ പറഞ്ഞു. ഇനി ലോകകപ്പ് വിശേഷങ്ങളുമായി കളിക്കാലം. ലോകകപ്പിൽ ആരാധകരുടെ പ്രതീക്ഷകൾ വാനോളമുയർത്തി ബ്രസീലിന്റെ കുതിപ്പ്. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് മഞ്ഞപ്പട സ്കോട്ട്ലാൻഡിനെ തകർത്തു. മറ്റു മത്സരങ്ങളിൽ മൊറോക്കോ ഹെയ്ത്തിയെയും മെക്സിക്കോ ചെക്ക് റിപ്പബ്ലിക്കിനെയും പരാജയപ്പെടുത്തി. ദക്ഷിണ കൊറിയയെ വീഴ്ത്തി ദക്ഷിണാഫ്രിക്കയും നോക്കൌട്ടിലേക്ക് യോഗ്യത നേടി.
Oh, and a little bit of an error there, and Vinicius Junior couldn't miss. 981 ദിവസങ്ങൾക്ക് ശേഷം ബ്രസീലിന്റെ മഞ്ഞക്കുപ്പായത്തിൽ മടങ്ങിയെത്തിയ നെയ്മറിനെ സാക്ഷിയാക്കി ഇരട്ട ഗോളുമായി വിനീഷ്യസ് ജൂനിയറിന്റെ തേരോട്ടം. മാത്യൂസ് കുഞ്ഞ് നേടിയ ഒറ്റ ഗോളും കൂടിയായപ്പോൾ സ്കോട്ടിഷ് പട 3-0 അടിയറവ് പറഞ്ഞു. ആദ്യ മിനിറ്റുകളിൽ ആധിപത്യം പുലർത്തിയ സ്കോട്ട്ലൻഡിനെ 7-ാം മിനിറ്റ് മുതൽ കാനറികൾ പിടിച്ചു നിർത്തി. സ്വന്തം പെനാൽറ്റി ബോക്സിനുള്ളിലെ സ്കോട്ട്ലൻഡ് ഡിഫൻഡറുടെ പിഴവിൽ വിനീഷ്യസ് ജൂനിയർക്ക് കിട്ടിയത് സുവർണാവസരം. ലോകകപ്പിലെ 3ാം മത്സരത്തിലും വിനി അനായാസം വല ചലിപ്പിച്ചു. 22ാം മിനിറ്റിൽ വിനീഷ്യസ് വീണ്ടും വല കുലുക്കിയെങ്കിലും വാർ പരിശോധനയിൽ ഗോൾ റദ്ദാക്കി. ബ്രസീലിയൻ വിങ്ങർ സ്കോട്ടിഷ് പ്രതിരോധ താരത്തെ ഫൗൾ ചെയ്തതായി കണ്ടെത്തിയതോടെയാണ് ഗോൾ നിഷേധിച്ചത്. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ബ്രസീൽ 2ാം ഗോളും കണ്ടെത്തി. ഹെഡറിലൂടെ വിനീഷ്യസ് തന്നെയാണ് സ്കോർ ചെയ്തത്. 60ാം മിനിറ്റിൽ മാത്യൂസ് കുഞ്ഞ ബ്രസീലിന്റെ ഗോൾ പട്ടിക പൂർണ്ണമാക്കി. 76ാം മിനിറ്റിൽ മാത്യൂസ് കുഞ്ഞയ്ക്ക് പകരക്കാരനായി സൂപ്പർ താരം നെയ്മർ മൈതാനത്തിറങ്ങിയപ്പോൾ കാണികളുടെ കാതടപ്പിക്കുന്ന കരഘോഷം അകമ്പടിയായി. ഗ്രൂപ്പ് സിയിൽ മൊറോക്കോയും വിജയം നേടി. ഹെയ്ത്തിയെ 2-4 ഗോളുകൾക്കാണ് മൊറോക്കോ തകർത്തത്. ഈ ഗ്രൂപ്പിലെ എല്ലാ മത്സരങ്ങളും അവസാനിച്ചപ്പോൾ 7 പോയിന്റുമായി ബ്രസീൽ 1ാം സ്ഥാനം സ്വന്തമാക്കി. മൊറോക്കോയാണ് 2ാമത്. ഇരു ടീമുകളും നോക്കൌട്ടിൽ കടന്നു. ഗ്രൂപ്പ് എയിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ചെക്ക് റിപ്പബ്ലിക്കിനെ തകർത്ത് മെക്സിക്കോ അപരാജിത കുതിപ്പ് തുടർന്നു. ആവേശകരമായ മറ്റൊരു മത്സരത്തിൽ ഏഷ്യൻ വമ്പന്മാരായ ദക്ഷിണ കൊറിയയെ ഏകപക്ഷീയമായ 1 ഗോളിന് ദക്ഷിണാഫ്രിക്ക വീഴ്ത്തി. ഇതോടെ ദക്ഷിണാഫ്രിക്ക നോക്കൌട്ടിലേക്ക് യോഗ്യത നേടി. സ്പോർട്സ് ഡെസ്ക് TCV. ലോകകപ്പ് ഫുട്ബോളിൽ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനി 3ാം പോരാട്ടത്തിനൊരുങ്ങുന്നു. പുലർച്ചെ 1:30 തുടങ്ങുന്ന മത്സരത്തിൽ ഇക്വഡോറാണ് എതിരാളികൾ. കഴിഞ്ഞ 2 മത്സരങ്ങളിലും വിജയം നേടി നോക്കൌട്ട് ഉറപ്പിച്ച ജർമ്മൻ നിര 3ാം ജയത്തോടെ ഗ്രൂപ്പ് മത്സരങ്ങൾ അവസാനിപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ്. ഇക്വഡോറിനാകട്ടെ നോക്കൌട്ട് പ്രതീക്ഷകൾ നിലനിർത്താൻ തോൽക്കാതിരിക്കണം. ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ഇതേ സമയത്ത് ഐവറി കോസ്റ്റ് കുറസോവയെ നേരിടും. ഗ്രൂപ്പ് എഫിലെ മത്സരങ്ങൾ വെള്ളിയാഴ്ച പുലർച്ചെ 4:30 നടക്കും. ജപ്പാൻ സ്വീഡനുമായും ടുണീഷ്യ നെതർലാൻഡ്സുമായും ഏറ്റുമുട്ടും. വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ സംസ്ഥാന സർക്കാർ കൂട്ടുനിൽക്കുന്നുവെന്നാരോപിച്ച് CPI പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. CPI സംസ്ഥാന കൌൺസിൽ അംഗം ഷീന പറയങ്ങാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കൌൺസിൽ അംഗം KT ഷാജൻ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചുണ്ടലാത്ത, അസിസ്റ്റന്റ് സെക്രട്ടറി PK രവീന്ദ്രൻ, സെക്രട്ടേറിയറ്റ് അംഗം TP ജോസഫ്, കുന്നംകുളം ലോക്കൽ സെക്രട്ടറി രഞ്ജൻ മാത്യു എന്നിവർ സംസാരിച്ചു. തൃശൂർ വെസ്റ്റ് പോലീസിന്റെയും സെന്റ് ആൻസ് ഹൈസ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വെസ്റ്റ് SHO അബ്ദുൾ റഹ്മാൻ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. സെന്റ് ആൻസ് ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ മരിയ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വർഗീയ ഫാസിസത്തിനെതിരെ ജനതാ സദസ്സ് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. അയ്യന്തോൾ ചുങ്കത്ത് സംഘടിപ്പിച്ച സമ്മേളനം മാധ്യമപ്രവർത്തകൻ ഡേവിസ് കണ്ണനായ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CP ജോഫി അധ്യക്ഷത വഹിച്ചു. കമ്മിറ്റിയിലെ വിവിധ പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ ശക്തമായ മഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഞായറാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും തിങ്കളാഴ്ച തൃശൂർ, എറണാകുളം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഉച്ചയ്ക്ക് ശേഷം വർധനവ്. ഗ്രാമിന് 110 രൂപയും പവന് 880 രൂപയും കൂടി. ഇതോടെ സ്വർണം ഗ്രാമിന് 12,955 രൂപയും പവന് 1,03,640 രൂപയുമായി. രാവിലെ ഗ്രാമിന് 12,845 രൂപയും പവന് 1,02,760 രൂപയുമായിരുന്നു വില. അരിമ്പൂർ പഞ്ചായത്തിലെ ക്യാപ്റ്റൻ ലക്ഷ്മി അംഗനവാടിയിലേക്ക് സംഭാവനയായി ലഭിച്ച ഫ്രിഡ്ജ് പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA കൈമാറി. ജില്ലാ പഞ്ചായത്ത് അംഗം സലിജ സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ആവണയങ്ങാട്ട് കളരിയിലെ അഡ്വക്കേറ്റ് രഘുരാമ പണിക്കരാണ് ഫ്രിഡ്ജ് സംഭാവനയായി നൽകിയത്. വാർഡംഗം KR ബാബുരാജ്, വാർഡ് വികസന സമിതി കൺവീനർ KR സുകുമാരൻ, അശോകൻ എരണയെഴുത്ത് തുടങ്ങിയവർ പങ്കെടുത്തു.
മണലൂർ പഞ്ചായത്തിൽ ഞാറ്റുവേല ചന്ത ആരംഭിച്ചു. പഞ്ചായത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന നാടൻ പച്ചക്കറികളുടെ ഉൽപ്പന്നങ്ങളുടെ വിപണനമാണ് കാഞ്ഞാണി ബസ് സ്റ്റാൻഡിനുള്ളിൽ ആരംഭിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ ജിഷ സുരേഷ് അധ്യക്ഷയായി. വിലാസിനി വേണുഗോപാൽ, സുനിത ബാബു, കവിത രാമചന്ദ്രൻ, ദ്രുമ ശിവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ലഹരിക്കെതിരെ പാവറട്ടി ജനമൈത്രി പോലീസിന്റെ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. പാവറട്ടി മനപ്പടി സോക്കർ ലാൻഡ് ടർഫിൽ നടന്ന ടൂർണമെന്റ് ഗുരുവായൂർ ACP വി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്കുള്ള സമ്മാനദാനം പാവറട്ടി പോലീസ് SI മഹേഷ് കുമാർ നിർവഹിച്ചു. ടൂർണമെന്റിൽ 8 ടീമുകൾ മാറ്റുരച്ചു. യുണൈറ്റഡ് പാവറട്ടി 1ാം സ്ഥാനവും സ്റ്റാർ പാർട്ട്നേഴ്സ് പൂവത്തൂർ 2ാം സ്ഥാനവും നേടി. ബെസ്റ്റ് ഗോൾ കീപ്പറായി നന്ദു യുണൈറ്റഡിനെ തിരഞ്ഞെടുത്തു. മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനായി ചൊവ്വന്നൂർ പഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് AM നിതീഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സബേറ്റ വർഗീസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ സുരേന്ദ്രൻ, ഷഹീദ്, ജിഷ അനിൽ, ലിസി ജോയ്, സുജിഷ അനൂപ്, ഐശ്വര്യ എന്നിവർ സംസാരിച്ചു. പുത്തൂർ സെന്റ് തോമസ് ഫൊറോണ ദേവാലയത്തിലെ വിശുദ്ധ തോമസ് ലീഹായുടെയും വിശുദ്ധ അന്തോണിസിന്റെയും സംയുക്ത ഊട്ടുതിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ജോജു പനയ്ക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ മൈക്കിൾ തോട്ടുവായ്ക്കുളം, ജനറൽ കൺവീനർ ഷോയ് മാളിയേക്കൽ, കൈകാര്യന്മാരായ സണ്ണി ജോസ് മാളിയേക്കൽ, വർഗീസ് കൊഴുക്കുള്ളിക്കാരൻ, സ്റ്റാൻലി കാട്ടുമാത്ത, വിജീഷ് അറങ്ങാശ്ശേരി തുടങ്ങിയവർ സന്നിധരായിരുന്നു. ഊട്ടുതിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. മറ്റത്തൂർ സർക്കാർ LP സ്കൂളിലെ ഗണിതശാസ്ത്ര ക്ലബിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് അംഗം KR ശശികുമാർ നിർവഹിച്ചു. PTA പ്രസിഡന്റ് TR രാഗേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം അക്ഷയ് സന്തോഷ്, പ്രധാന അധ്യാപിക TM ശകുന്തള, പ്രീതി ജേക്കബ് എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി ശ്രീ വ്യാസ NSS കോളേജിലെ വിജയികളായ വിദ്യാർത്ഥികൾക്ക് ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷനോഗ്രാഫിക് സയൻസ് കുഫോസ് പരീക്ഷാ കൺട്രോളറായ ഡോക്ടർ KP സുഭാഷ് ചന്ദ്രൻ മുഖ്യാതിഥിയായി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ K പ്രദീപ് കുമാർ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ VK ശ്രീനിവാസ്, PTA വൈസ് പ്രസിഡന്റ് അനൂപ് കിഷോർ തുടങ്ങിയവർ സന്നിധരായിരുന്നു. MLA KK വത്സരാജ് ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ പുരസ്കാരദാന ചടങ്ങ് നാളെ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കയ്പമംഗലം നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 13 വിദ്യാലയങ്ങളിൽ നിന്നായി 669 വിദ്യാർത്ഥികൾക്ക് MLA അവാർഡിന് അർഹത നേടിയിട്ടുള്ളത്. സ്റ്റേറ്റ് സിലബസിൽ പഠനം നടത്തിയവരെയാണ് മണ്ഡലം അക്ഷര കൈരളി വിദ്യാഭ്യാസ സമിതി അവാർഡിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. വാർത്താസമ്മേളനത്തിൽ KK വത്സരാജ് MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സുമതി സുന്ദരൻ, TK രാജു, കൺവീനർ KA അഖിലേഷ്, ജനറൽ കൺവീനർ TS സജീവൻ എന്നിവർ പങ്കെടുത്തു. ചാവക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ KR മോഹനൻ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KP രഞ്ജിത്ത് കുമാർ, P യതീന്ദ്രദാസ്, ലിഷ മത്രങ്കോട്ട്, KH സലാം, നഗരസഭാ കൌൺസിലർ ഷീജ പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പാവറട്ടി ക്രൈസ്റ്റ് കിങ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ഏഞ്ചല റാഫി ഒരുക്കിയ ചിത്രപ്രദർശനം ശ്രദ്ധേയമായി. ആർട്ട് അറ്റാക്ക് എന്ന പേരിൽ ഒരുക്കിയ പ്രദർശനത്തിൽ 15ഓളം ചിത്രങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോ ലിജോ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാന അധ്യാപിക സിസ്റ്റർ ഷീൻ തെരേസ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ നർക്കോട്ടിക്സ് സെൽ അസിസ്റ്റന്റ് SI സനീഷ് ബാബു, കലാസംവിധായകൻ ജെയ്സൺ ഗുരുവായൂർ, ചിത്രകാരൻ ചന്ദ്രൻ, അധ്യാപകരായ റീന ആന്റണി, PR റേസി എന്നിവർ സംസാരിച്ചു.
പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഷിഗല്ല ബോധവൽക്കരണ ക്ലാസ് നടത്തി. വിങ്ങടൻ കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ AG ഷെറി ക്ലാസിന് നേതൃത്വം നൽകി. പ്രിൻസിപ്പാൾ സജന ഹുസൈൻ, ഹെഡ്മിസ്ട്രസ് VC ബോസ്, സ്റ്റാഫ് സെക്രട്ടറി PM മുഹസിൻ, അധ്യാപകരായ KK ചിത്രമോൾ, K നസീറ തുടങ്ങിയവർ പങ്കെടുത്തു. CPM വരന്തരപ്പിള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. KD ഹരിദാസ് അധ്യക്ഷനായിരുന്നു. സന്തോഷ് തണ്ടാശ്ശേരി, CR സുകുമാരൻ, സത്താർ എന്നിവർ സംസാരിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസ് സർവോദയം സ്കൂളുമായി സഹകരിച്ച് ഗോൾ വണ്ടി എന്ന പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം മെഡിക്കൽ കോളേജ് പരിസരത്ത് സംഘടിപ്പിച്ചു. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ M സുജിത് നേതൃത്വം നൽകി. വെങ്കിടൻ GM LP സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് PV ഷൈജു റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രധാന അധ്യാപിക KK ജെയ്സി ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ ബോധവൽക്കരണം നടത്തുകയും ലഹരിവിരുദ്ധ പോസ്റ്റർ പതിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ തൂഫാന്റെ പ്രചരണാർത്ഥം കുന്നംകുളം പോലീസ് അണ്ടർ-19 ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുന്നംകുളം പോലീസ് ഇൻസ്പെക്ടർ SR സനീഷ് അധ്യക്ഷത വഹിച്ചു. ASI മധു, ഫുട്ബോൾ താരം കമാലുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ടൂർണമെന്റിൽ കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായി. ചേറൂർ സെന്റ് ജോസഫ് സ്പെഷ്യൽ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് ഫുട്ബോൾ വേൾഡ് കപ്പ് പരിവേഷത്തിലാക്കിയത് കൗതുകകരമായി. വിദ്യാർത്ഥികൾ ബ്രസീൽ, ഫ്രാൻസ്, അർജന്റീന, പോർച്ചുഗൽ ടീമുകളെ പ്രതിനിധീകരിച്ച് മത്സര രംഗത്തിറങ്ങി. സ്ഥാനാർത്ഥികളും ടീം അംഗങ്ങളും രാജ്യങ്ങളുടെ പതാകകളും ചിഹ്നങ്ങളും ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി. വോട്ടെണ്ണലിന് ശേഷം ബ്രസീലിനെ പ്രതിനിധീകരിച്ച തപസ്യ കൂടുതൽ വോട്ടുകൾ നേടി സ്കൂൾ ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു. പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ ക്യാമ്പയിന്റെ ഭാഗമായാണ് മത്സരം സംഘടിപ്പിച്ചത്. പാവറട്ടി SI സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കായിക അധ്യാപകൻ ജിമ്മി ബേബി, പ്രിൻസിപ്പാൾ സജന ഹുസൈൻ, പ്രധാനാധ്യാപിക VC ബോസ്, മദർ PTA പ്രസിഡന്റ് അസ്മ ഷക്കീർ, സ്റ്റാഫ് സെക്രട്ടറി PM മുഹസിൻ എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,955 രൂപ, പവന് 1,03,640 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവിലും കരിമണൽ ഖനന നയത്തിലും സംസ്ഥാന സർക്കാരിന് പറ്റിയ പാളിച്ച തിരുത്തണമെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. ആലപ്പുഴയിൽ കരിമണൽ ഖനനം നടത്തില്ലെന്ന് സർക്കാർ പ്രഖ്യാപിക്കണം. വെള്ളാപ്പള്ളി നടേശൻ സമൂഹത്തിന് അപമാനമെന്നും VM സുധീരൻ. ജൂൺ 30-ന് ശേഷം ജില്ലയിൽ 200 ബസ്സുകൾ സർവീസ് നടത്തില്ലെന്ന സ്വകാര്യ ബസ് ഉടമകൾ. ബസ് തൊഴിലാളികൾക്ക് ശമ്പളം പകുതിയായി. സ്വകാര്യ ബസ് വ്യവസായം പ്രതിസന്ധിയിലെന്ന ഉടമകൾ.
വേലൂർ അംഗനവാടിയുടെ അപകടാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രതിഷേധം. പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാണിജ്യ സിലിണ്ടർ നിയന്ത്രണങ്ങൾ പിൻവലിച്ച് കേന്ദ്രം. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ സംവിധാനം സാധാരണ നിലയിലെത്തിയതോടെയാണ് നിയന്ത്രണങ്ങൾ പിൻവലിച്ചത്. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് ബസ്സുകൾ പുറത്തേക്ക് പോകുന്ന റോഡ് തകർന്ന നിലയിൽ. കോർപ്പറേഷന്റെ അനാസ്ഥയ്ക്കെതിരെ രൂക്ഷമായ ആക്ഷേപം. പുനരുദ്ധാരണം പൂർത്തിയാക്കിയ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ കിഴക്കേ ഗോപുരത്തിന്റെ സമർപ്പണം നാളെ നടക്കും. പഴമ ചോരാതെ പ്രൗഢി നിലനിർത്തിയാണ് ഗോപുരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ലോകകപ്പിൽ ആരാധകരുടെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തി ബ്രസീലിന്റെ കുതിപ്പ്. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് മഞ്ഞപ്പട സ്കോട്ട്ലാൻഡിനെ തകർത്തു. മൊറോക്കോ ഹെയ്ത്തിയെയും മെക്സിക്കോ ചെക്ക് റിപ്പബ്ലിക്കിനെയും പരാജയപ്പെടുത്തി. മുൻ ചാമ്പ്യന്മാരായ ജർമ്മനി 3ാം പോരാട്ടത്തിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.